ഞാൻ ശങ്കരൻ തമ്പി. ബ്രഹ്മദത്തൻ നോക്കി നിൽക്കെ ഉടല് നിറയെ കൈകളുള്ള ഭീകര സത്വമായി സുഭദ്ര. നീ റാണി മോള് കാണാതെ ഇവിടെ വന്നിരുന്നു സിനിമ കണ്ടോണ്ടില്ലേ? അല്ലേട്ടാ പഠിച്ചുപോയി. ഞാനേ ഡേവിഡ് സാറിന് വന്നതാണ്. സാറങ്ങ് വീട്ടിൽ പോയി 2 മിനിറ്റ് വീഡിയോ കാണാൻ വെച്ച് പ്രേതത്തിന്റെ വീഡിയോ എടുത്തിട്ട് പ്രേതത്തിന്റെ അത് വെള്ളം കുടിച്ചാൽ വീണാ. വെള്ളം കുടിച്ച പ്രേതം മുണ്ടാണ് സത്യം ചേട്ടാ. പേടിപ്പെടുത്താൻ സിനിമ ചേട്ടാ സത്യത്തിൽ വെള്ളം കുടിച്ചാൽ വീണാ. ആരും ഒന്നും പറഞ്ഞേട്ടാ. എനിക്കിട്ടപ്പോ അന്നിതാ ഞാൻ ഒരു കാര്യം എന്റെ ഈ മൊബൈലിൽ ആ സിനിമയൊക്കെ ഒന്ന് കാണിച്ചിട്ടുണ്ട്. സിനിമയെ ഈ ഫോണില്ല ചേട്ടാ. ഇതിന് കമലമ്മ ചേട്ടത്തെ വിളിക്കാൻ മാത്രമേ പറ്റൂ. ഇതൊക്കെ വലിയ ഫോണിലേക്ക് പോകും. ഞാൻ സമയം കിട്ടാൻ കാണിച്ചു തരാം ഫോൺ കേട്ടോ. പിന്നെ എനിക്ക് നിപ്പാണ് ഇതാ ഇല്ല ചേട്ടാ. നിന്റെ ഈ വേലത്തരങ്ങളൊക്കെ ഞാൻ റാണിക്കുഞ്ഞിട്ടോ. ചേട്ടാ ഒന്നുമില്ല, നമ്മളെ കൂട്ടല്ലേ. വിളിച്ചു കാണിക്കുന്നു വിളിച്ചു ചേട്ടാ. കുട്ടപ്പനായി കേട്ടാ. നോക്കണം, നോട്ടം കണ്ടെത്തണം. ആദ്യമാണ് സ്നേഹതീരത്തിലേക്ക് വരുന്നതാണ്. പമ്പ് ഹൗസിലുണ്ടാവും, ഓഫീസിലുണ്ടാവും. വിളിച്ചു പോയില്ല. വേണ്ട, മിക്കവാറും അദ്ദേഹം തിരക്കിലായി. അദ്ദേഹത്തെ ബുദ്ധിമുട്ടില്ല. എനിക്ക് അത്ര ധൃതിയൊന്നും ഇല്ല. പോയി എങ്ങനെ ഒന്നുകൂടെ കേട്ടില്ല. അതെനിക്കറിയാം. പോയിട്ട് വലിയ ധൃതിയൊന്നും കാണില്ല. എന്നാ പിന്നെ ചായക്ക് പറയണ്ട, ക്യാൻറ്റീനിൽ വിളിച്ചു പറയാം. അത് ശരിയാണല്ലോ. എന്നാ പിന്നെ ക്യാൻറ്റീനിൽ പോയി ഊണ് കഴിച്ചാലോ? ഞാനൊന്നും കഴിച്ചിട്ടില്ല. ഒരു ഗ്ലാസ് വെള്ളം തന്നാൽ ഫോട്ടോ വേണം, കൂടെ വേണം. വിത്ത് സോഡ. നല്ല ഉടായ്പ ഇതിലേക്ക് തിന്നില്ല. പുതിയതല്ലേ പഴയ ആളെയാണ്. ഇതാണ് ഡോക്ടർ ദേവേഷ്, നമ്മുടെ വർഗീസ് സാറിന്റെ മോനാണ്. അമേരിക്കയിലെ ജോലി. സാറേ പണ്ട് വിദേശത്ത് പോകുമ്പോ എപ്പോഴും ഇവിടെ തന്നെ കാണുമായിരുന്നു. ഇനിയിപ്പോ ലീവ് കഴിഞ്ഞ് പോകുന്നവരെ എപ്പോഴും ഇവിടെയൊക്കെ തന്നെ കാണും. അമ്മയെ ഇതിനു മുമ്പ് ഞാൻ കണ്ടതായി ഓർക്കുന്നു. ഞാൻ പോയതിനു ശേഷമായിരിക്കും ഇവിടെ വന്നത് അല്ലേ? ആ സാറേ ഒറ്റയ്ക്കല്ല, വലതു ഭാഗം കൂടിയുണ്ട്. എന്റെ ഭർത്താവിന്റെ കാര്യമാണ് സാറേ ഈ പറയുന്നത്. ആഹാ, അതെന്തായാലും നല്ല കാര്യമായി. രണ്ടുപേരും ഈ സ്ഥാപനത്ത് ഒത്തുണ്ടല്ലോ, അത് മതി. നല്ല കാര്യം. സാറേ എല്ലാരും ഇവിടെ വരുന്ന എന്തിനാ? മനസ്സമാധാനത്തോടെ സന്തോഷത്തോടെ കഴിയാനല്ലേ? അതെ. പക്ഷെ ഇവര് ഭാര്യ ഭർത്താക്കന്മാർ എപ്പോഴും നോക്കിയാലും പഴയ ഫോട്ടോയിൽ നോക്കിയിരുന്നു മോങ്ങലൂർ മോങ്ങൽ. അങ്ങനെ എന്താ കാര്യം എന്നോട് പറയൂ, ഞാനും കൂടെ കേൾക്കട്ടെ. അല്ലെങ്കിൽ വേണ്ട മോമല, അമ്മയുടെ ഈ വലതു ഭാഗത്തിനൊന്നും വിളിച്ചോണ്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോ എവിടെ നിന്ന് സീൻ പിടിക്കണമെന്ന് അറിയാൻ വയ്യ. ഞാൻ വിളിച്ചോളാം. താഴത്തോടെത്തിയില്ല, അകത്ത് കാണും. അടുക്കളയിലുണ്ട്. കാണാ. മനസ്സിലായില്ല. ഇത് നമ്മുടെ വർഗീസ് ഡോക്ടറുടെ മകനാ. അങ്ങ് അമേരിക്കയിലെ ജോലി. വന്നിട്ട് കുറച്ചു നേരമേ ആയിട്ടുള്ളൂ. ഞാനും വർഗീസ് ഡോക്ടറും കൂടെ പോയാ വിമാനത്തിൽ നിന്ന് പിടിച്ചിറങ്ങിക്കൊണ്ട് വരുന്നത്. അതുകൊണ്ട് സാറിന് വിമാനത്തിൽ നിന്ന് ഇറങ്ങാൻ അറിഞ്ഞൂടെ? ബോഡി ഗാർഡ്. നല്ലോട് വീട് പോകും. അങ്കിളാണോ ഈ അമ്മയെ കരയിപ്പിക്കുന്നത്? ഗോപാലൻ പറഞ്ഞായിരുന്നു.
ആ ഗോപാലനത്തിന് ഏഷണി കുറച്ചിട്ട് കൂടുതലാണ് സാറേ. യാഷാണി ഭാഷാണോ ഒന്നും അല്ല സാറേ. ഞാൻ പറഞ്ഞ് കള്ളണമെങ്കിൽ ആ റാണി കുഞ്ഞിനോടോ വിശ്വനാഥ് സാറിനെ ചോദിച്ചു അപ്പോഴറിയാം. അത് പിന്നെ ഞങ്ങളെ മക്കളെ കുറിച്ച് ഓർക്കുമ്പോ അവർക്ക് എന്ത് പറ്റി? അവരൊക്കെ ഇവിടെ വിദേശത്തായിരിക്കും അല്ലേ? അതെ സർ, അവരൊക്കെ അങ്ങ് വിദേശത്താണ്. നാട്ടിൽ വന്നിട്ട് വർഷങ്ങളായി. മക്കളെ ഉപരിപഠനത്തിന് കാശ് മുടക്കി അയച്ചതാരാ? നിങ്ങളും അച്ഛനും അമ്മയും ചേർന്നല്ലേ? അവർക്ക് ഉയർന്ന ജോലി, നല്ല ശമ്പളം ഇവയൊക്കെ കിട്ടാനല്ലേ? ഈ നാട്ടിൽ അവരുടെ യോഗ്യതയ്ക്കനുസരിച്ച് നല്ലൊരു ജോലിയോ ശമ്പളമോ ഒന്നും കിട്ടാത്തത് കൊണ്ടല്ലേ നിങ്ങൾ അവരെ വിദേശത്ത് അയച്ചത്? അവരവിടെ സാഹചര്യം അനുസരിച്ച് അവർക്കവിടെ ജീവിക്കും. എന്നാലും അവർ ഞങ്ങളുടെ മക്കളല്ലേ സാർ? അതെ, എന്ന് വെച്ച് മക്കൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകണം എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അവരെ വിദേശത്ത് അയക്കാൻ പാടില്ല. അവരവിടെ സുഖമായിട്ട് ജീവിക്കുന്നെന്ന് കരുതി നിങ്ങളിവിടെ സമാധാനമായിട്ട് ജീവിക്കും. അങ്ങളെ ഇനിയുള്ള കാലമെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കും. അടിച്ചു പൊളിച്ച് സന്തോഷത്തോടെ ജീവിക്കും. അതെ സാർ, അത് തന്നെ ഞാൻ എപ്പോഴും പറയുന്നത് കേൾക്കണ്ടേ ചേട്ടാ? സാറ് പറഞ്ഞ പോലെ മനസ്സിലായ ചേട്ടാ, മക്കൾ അവിടെ സന്തോഷമായി കഴിയട്ടെന്ന്, നമുക്കിവിടെ അടിച്ചു പൊളിച്ച് സന്തോഷമായി കഴിയാമെന്ന്. ഗോപാല പറഞ്ഞ് കറക്റ്റാ. ആ ഗോപാല, ആ കവറൊന്നും എടുത്തേ. അവളെ എന്തോന്നുണ്ട് സാറേ? ആ കുറച്ച് സ്വീറ്റ്സ് ആണോ? ആ ഇന്ന് നമ്മളെ കമലം ചേട്ടത്തിന് ബർത്ത്ഡേയാ. അത് ശരി, നല്ല ദിവസമാണല്ലോ. ഇനി അടുത്ത് വരും. ഹാപ്പി ബർത്ത്ഡേ അമ്മേ. ഈ മിഠായി എടുത്തു. ഇത് എന്റെ പ്രത്യേക ജന്മദിന സമ്മാനം. ഹാപ്പി ബർത്ത്ഡേ കമലമ്മ ചേട്ടത്തി. ചേട്ടത്തി, ജന്മനാളായിട്ട് മക്കളൊന്നും സർച്ചില്ലെങ്കിൽ മിഠായി കിട്ടിയ അതാണ്. ഇത് മധുരമാണ്. ഇനിയുള്ള ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ഈ മാധുര്യം എപ്പോഴും ഉണ്ടായിരിക്കും. മനസ്സിലായോ? ആ, ഓഹോ, സ്നേഹദിനത്തിന് മാലാഖ പറഞ്ഞെത്തിയല്ലോ. ഗോപാലേട്ടാ, ഇവിടെ വന്ന് നിൽക്കുവാണോ? ആളിലെല്ലാരും അന്വേഷിച്ചല്ലോ, അങ്ങോട്ട് ചെല്ലണം. ആ, ഇത് അകത്തെല്ലാവർക്കും കൊടുത്തേക്കും. കൃഷ്ണകുട്ടി മാമ, കാല് വയ്യാത്തല്ലേ, റെസ്റ്റ് എടുക്കാൻ ഡോക്ടർ പറഞ്ഞല്ലേ? ആന്റി, മാമനെ കുട്ടി അകത്തോട്ട് വരുന്നു. കൃഷ്ണൻകുട്ടി ചേട്ടാ, കാലി വയ്യാത്തല്ലേ? ഹാളിൽ പോയി നമുക്ക് എല്ലാവർക്കും മുട്ടായി എടുക്കാൻ പോവാ. നമുക്ക് പോവാ, ഞങ്ങൾ പോവാ. അഡ്മിനിസ്ട്രേഷൻ ഗംഭീരം. താങ്ക്സ്. ഇതാ എന്റെ മധുരം. എനിക്ക് വേണ്ട. അതെന്താ ഇത്ര പെട്ടെന്ന് എന്നെ എടുത്ത് പിണങ്ങി? പിണങ്ങാൻ ഞാനാരാ? നീ എന്റേത്, നമ്മൾ ഒന്നേ. ആ വിചാരം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് വരുന്ന കാര്യം എന്നോട് പറയുമായിരുന്നു. കഴിഞ്ഞ ദിവസം കൂടി നമ്മൾ തമ്മിൽ സംസാരിച്ചല്ലേ, എന്നിട്ട് ഇന്ന് വരുന്ന കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ. നിനക്കൊരു സർപ്രൈസ് ആകട്ടെ എന്ന് കരുതിയ. മാത്രമല്ല, ഞാനത് ചോദിച്ചിരുന്ന കാര്യത്തിന് നീ ഒരു വ്യക്തമായ തീരുമാനം ഇതുവരെ എന്നോട് പറഞ്ഞു. അതിന് എന്നെ ഇത്രമാത്രം വിഷമിക്കുമായിരുന്നു. ഏട്ട് വരുന്ന കാര്യം അങ്കിൾ ഇന്ന് പറഞ്ഞപ്പോ ഞാൻ എന്തുമാത്രം വിഷമിച്ചെന്നോ. സോറി ഓട്ടടോ, സോറി സോറി സോറി. ഇനിയും എന്റെ അടുത്ത് പിണക്കം മാറിയില്ലെങ്കിലേ ഈ കഴുത്തിലെ താലിയും കെട്ടി ഞാനൊക്കെ കൊണ്ടുപോകും അമേരിക്കയിലേക്ക്. പിന്നെ അതിനെ ചില ചുറ്റുവട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ അഫ്സാറെ. അതെ, ഇപ്പൊ ഹാളിൽ എല്ലാരും കാത്തിരിക്കുക, നമുക്ക് അങ്ങോട്ട് പോവാം. ആവശ്യമില്ല. എന്തായാലും പിണക്കം മാറിയല്ലോ. എന്തായാലും ഒരു നല്ല കാര്യത്തിന് മധുരം നല്ലതാണ്. സന്തോഷമായി. അപ്പൊ ഒരു സെൽഫി എടുക്കാം. വെച്ചു. താൻ എന്തിനോട് ഒരു കരുതുന്നത്? അല്ല, ഈ മുട്ടായി ബാക്കി എന്ത് ചെയ്യണ്ടെന്ന് ചോദിക്കാൻ. അതാ ടേബിളിൽ വെച്ചേക്കും. അതെ, അങ്കിൾ വരുമ്പോ വരട്ടെ. അതുവരെ അവരെല്ലാരും ബുദ്ധിമുട്ടിക്കണോ? ഞാൻ പരിചയപ്പെടുത്താം. ഡാഡി വരാതെ പറഞ്ഞിട്ടുണ്ടേ. വരൂ, വരൂന്നേ.
ദേവേഷ് വന്നായിരുന്നോ? വന്ന് റാണിക്കുഞ്ഞ് ദേവേഷ് സാറിനോട് ഇപ്പൊ അകത്തോട്ട് പോകും. വിളിക്കണം സാർ. വേണ്ട. ആണ്ടെ ദേവേഷ് സാറിനോട് മുട്ടായിയാണ്. എല്ലാവർക്കും അകത്ത് കൊടുക്കും. ഓ അടുക്കളയിൽ എല്ലാവരും കൊടുത്താണ്. എടോ വിശ്വ, അവൻ വീട്ടിൽ വന്നു, ഡ്രസ് മാറി നേരെയും പോന്നു. അതെന്താ കാര്യം തനിക്ക് അറിഞ്ഞൂടെ? ആ, അയാൾ വിളിക്കുന്ന കാലിന് അവളുടെ മറുപടി പറച്ചിലും ചോദ്യവും ഉത്തരവും ദിവസവും ഞാൻ കേൾക്കുന്നതല്ലേ. എടോ വിശ്വ, ഇത്തവണ അവൻ ലീവ് കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് അവന്റെ കാര്യത്തിൽ നമുക്ക് തീരുമാനം ഉണ്ടാക്കണം. എന്തു പറയുന്നു? എന്റെ ആ ഡ്രീം പ്രോജക്ടിന്റെ പണി കൂടി കഴിഞ്ഞ് ആ, അതിന്റെ ഇനോഗ്രേഷനൊപ്പം അതും മംഗളമായി നടത്തണമെന്ന എന്റെ ആഗ്രഹം. പക്ഷേ സാമ്പത്തിക പ്രശ്നം. നാട്ടിലുള്ള പ്രോപ്പർട്ടി വിൽക്കാൻ കഴിഞ്ഞില്ല. അതല്ലേ തന്റെ ഈ പക്ഷയിലൂടെ പ്രതിഫലിക്കുന്നത്? എടോ, ദാ, തൽക്കാലം 50 ലക്ഷം രൂപയുണ്ട്. കാര്യങ്ങൾ നടക്കട്ടെ. പിടിക്കടോ. താൻ എന്റെ മനസ്സ് ഞാൻ അറിയാതെ വായിച്ചെടുത്തല്ലോ. ഇവിടെ ഒന്നുമില്ലെങ്കിലും ഞാനൊരു ഡോക്ടറല്ലേടോ. ദിവസവും എത്ര പേരെ കാണുന്നതാ. അതുവഴി അല്പം മനഃശാസ്ത്രം കൂടി പഠിച്ചിട്ടൊന്ന് കൂട്ടിക്കോളൂ. ആ, നാളെ തന്നെ, അല്ലെങ്കിൽ വേണ്ട, ഇന്ന് തന്നെ ആ കോൺട്രാക്ടറെ കണ്ട് പണി സ്റ്റാർട്ട് ചെയ്യാൻ പറയാം. എനിക്ക് ആ പമ്പ് കോഴ്സ് അവിടെ നിന്ന് മാറ്റി പണിയേണ്ടി വരും. അപ്പൊ അതിന്റെ പണി ആദ്യം നടക്കട്ടെ. ഒന്നിനും ഈ ഒരു കാലതാമസം ഉണ്ടാവണ്ട. ഇത് വൃദ്ധർക്ക് മാത്രമുള്ളതല്ല, അശരണർക്കും അനാഥർക്കും ഒക്കെ വേണ്ടിയുള്ളതാ. അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമല്ലേ. ഇവിടെയുള്ള ഓരോരുത്തരുടെയും നിറഞ്ഞ പുഞ്ചിരി, സന്തോഷമുള്ള അവരുടെ മുഖങ്ങൾ കാണുമ്പോൾ അങ്ങ് ദൂരെ ഇവിടെയിരുന്നു തിരിക്കുന്നു. എന്റെ ശ്രീലക്ഷ്മിയുടെ മുഖം എന്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്നതോ. നന്നായിരിക്കുന്നതോ. എല്ലാം ഓർത്ത് ദുഃഖിക്കരുതെന്ന് പറയുന്നത് താനാണോ ഇപ്പൊ കഴിഞ്ഞതോർത്ത് ദുഃഖിക്കുന്നത്? കേട്ടോ, ഇത് വേദനയുടെ ഘട്ടമല്ല. ഈ ജീവിതത്തിൽ എനിക്ക് മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയുന്ന ചെറിയ ചെറിയ നന്മകളോർത്തുള്ള സന്തോഷമാണ്. ഇത് ചാരിതാർത്ഥ്യം കൊണ്ടുള്ളതാ. കേട്ടോ, ഇന്നത്തെ സമൂഹത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് വൃദ്ധജനങ്ങളുടെ സംരക്ഷണവും പരിപാലനവും. അത് വീടുകളിലായാലും എവിടെയായാലും. അതുകൊണ്ട് തന്നെ ഇത്തരം സ്ഥാപനങ്ങൾ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്, അനിവാര്യമായ ആവശ്യം. പക്ഷേ പല സ്ഥാപനങ്ങളും ഇന്ന് പ്രവർത്തിക്കുന്നത് ഒരു വ്യാവസായിക അടിസ്ഥാനത്തിലാണെന്ന് മാത്രം. അവിടെയാണോ തന്റെ ഈ സ്ഥാപനത്തിന്റെ മഹത്വം? അതിൽ തനിക്ക് അഭിമാനിക്കാമോ? എനിക്ക് മാത്രമല്ലോ, തനിക്കും അതിൽ അഭിമാനിക്കാം. എടോ, എന്റെ അവസാന ശ്വാസം വരെ എന്തിനും ഏതിനും തന്നോടൊപ്പം ഞാൻ ഉണ്ടാകും. അത് കഴിഞ്ഞാൽ എന്റെ മകനിവിടെ ഉണ്ടാകുമെന്ന് ഉറപ്പുണ്ട്. അതിലൊരു മാറ്റം ഉണ്ടായി. റാണിക്കുഞ്ഞേ, രണ്ടുപേരും ഉണ്ട്. എന്താ പോലെ കാര്യം? സാറന്മാർ രണ്ടുപേരും ഉണ്ടാകും നോക്കാനേ. റാണിക്കുഞ്ഞ് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യും, അവരേക്ക് വരാൻ പറ്റും. രണ്ടുപേരും ഒന്ന് ചെല്ലേ. അല്ലെ, ഇക്കണക്കിനാണെങ്കിലേ ഞങ്ങൾക്ക് വളരെ കാര്യമായി തന്നെ ചർച്ച ചെയ്യേണ്ടി വരും. ആ മോനെ, നീ വാ. എന്താ നീ വന്നിട്ട് എല്ലാവരും പരിചയപ്പെട്ടു. ഡാഡി വന്നിട്ട് എല്ലാവർക്കും പരിചയപ്പെടുത്താൻ ഞാൻ പറഞ്ഞു. സമ്മതിക്കണ്ടേ? ആര്? ദേ റാണി, ഒരേ നിർബന്ധം. ഡോക്ടറെ, മോൻ റാണിയുടെ നിർബന്ധത്തിന് വഴങ്ങിയെന്ന് പറ. അതല്ലേ ശരി. ചുമ്മാ മക്ക, ഞാൻ നിർബന്ധിച്ചൊന്നുമില്ല. അതൊക്കെ നിങ്ങളുടെ കാര്യം. ഞങ്ങൾക്ക് അതിലും ഗൗരവമായി ഒരു കാര്യം ചർച്ച ചെയ്യാനുണ്ട്. അല്ലേ ദിവസം? അതെ, എന്താ ഡാഡി? ആ, അതെ. ഇവിടെ പുതിയതായ ഒരു ബ്ലോക്ക് കൂടി പണിയുന്ന കാര്യമാണ്. അതിന്റെ പണി തുടങ്ങാൻ ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചു. അതിന് പപ്പയുടെ നാട്ടിലെ പ്രോപ്പർട്ടി വിൽക്കുമോ? എന്നോടൊന്നും പറഞ്ഞില്ല. അതൊന്നും ആയില്ല. അതിലുള്ള പണം അല്ല, എന്റെ അങ്കിൾ നീ പങ്കിരിക്കുക. ഡാഡി, അതെന്തായാലും നല്ല കാര്യം. അങ്ങളെ, ഇനി എന്ത് ആവശ്യമുണ്ടെങ്കിൽ അങ്ങോട്ട് കൂടെ ഞാൻ എപ്പോൾ ഉണ്ടാവും. പോരെ? കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി അതിലും ഗൗരവമായ ഒരു കാര്യം നിങ്ങളോടൊക്കെ ചർച്ച ചെയ്യണം.
അതില് നിങ്ങൾക്ക് രണ്ടുപേർക്കും എതിർപ്പുണ്ടാവില്ലെന്നും കരുതും. അതെന്താങ്കിലേ ഞങ്ങളോട് അറിയുന്നതിൽ വല്ല തടസ്സമുണ്ടോ? എന്ത് തടസ്സം? അത് നിങ്ങളല്ലേ പ്രധാനമായിട്ടും അറിയേണ്ടത്. ഓ, ഈ ഡാഡിയുടെ കാര്യം, ഈ സസ്പെൻസ് കളഞ്ഞിട്ട് ഒന്ന് പറയൂ എന്റെ ഡാഡി. പറയട്ടെ പറയട്ടെ മോളെ. നിങ്ങളെ രണ്ടുപേരെയും ഇങ്ങനെ ഒറ്റയ്ക്ക് വിടാതെ പിടിച്ച് കെട്ടിക്കാനാ തീരുമാനം. എന്ന് പറയുന്നു, ഇവന്റെ ലീവ് കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് അതിനൊരു തീരുമാനം ഉണ്ടാവും. സമാധാനമായല്ലോ? ഇപ്പൊ ഹാളോട് ഇരുന്നാ കാണാം നമ്മളെ കമലമ്മ ചേട്ടനെയും കൃഷ്ണൻകുട്ടി ചേട്ടനും കൂടെ എല്ലാവരുടെയും തമാശയൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന കാഴ്ച. അപ്പോ നമ്മുടെ പുതിയ ഡോക്ടേഴ്സായിട്ട് ക്ലാസ്സിൽ പോസിറ്റീവ് റിസൾട്ട് കിട്ടി അല്ലേ ഗോപാലേട്ടാ? പിന്നെ അപ്പൊ സർട്ടിഫിക്കറ്റ് കിട്ടി. എടോ വിശ്വം, ഇതാ എന്റെ മകൻ ദേവേഷ്. ഇനി തന്റെ മകൾ റാണിയെ അവന്റെ കൈ പിടിച്ചേൽപ്പിക്കണോ? ബാക്കി ചടങ്ങുകളൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. റാണിയെ ദേവേഷിന്റെ കൈ പിടിച്ചേൽപ്പിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഇക്കാര്യത്തിൽ എന്നേക്കാൾ അർഹതപ്പെട്ട അധികാരമുള്ള മറ്റൊരാൾ ഇവിടെയുണ്ട്. ഗോപാല, അടുത്ത് വരൂ. അകത്ത് പോയി ദേവിയമ്മ വിടാം. ചേട്ടത്തി അകത്തുണ്ട്, ഞാൻ വിളിച്ചിട്ടില്ല. ദേവിയമ്മ ഇത് റാണിമോൾ. ഇത് ഡോക്ടർ വർഗീസിന്റെ മകൻ ഡോക്ടർ ദേവേഷ്. ഇവർ തമ്മിലുള്ള വിവാഹം ഞങ്ങൾ നേരത്തെ പറഞ്ഞ് ഉറപ്പിച്ചതാണ്. നിനക്കതിൽ എതിർപ്പില്ലെങ്കിൽ റാണിയെ ദേവേഷിന്റെ കൈപിടിച്ച് ഏൽപ്പിക്കുക. തിരിച്ചൊന്നും പറയണ്ട. ഇത്രയും നാൾ റാണിയെ ഞാൻ എന്റെ സ്വന്തം മകളായി തന്നെ വളർത്തി. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. എന്നാലും ഈ ചടങ്ങിന് നീയാണ് അർഹതപ്പെട്ടയാൾ. എന്താ പപ്പ പറഞ്ഞത്? പപ്പ എന്താ പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പപ്പ എന്താ പറഞ്ഞത്? മോനെ, ഇതുവരെ യാതൊന്നും അറിയിക്കാതെ ഞാൻ എന്റെ സ്വന്തം മകളായി തന്നെ വളർത്തി. കുഞ്ഞിലെ അനാഥായി പോകിലിരുന്ന നിന്റെ മമ്മയുടെ നിരപരാധിത്വം മനസ്സിലാക്കി ഞാനും എന്റെ ശ്രീലക്ഷ്മിയും കൂടി നമ്മളുടെ മകളായി തന്നെ വളർത്തി. മോളെ, എന്നും നീ എന്റെ മകളായിരുന്നു. ഇത്രയും നാൾ എന്റെ മമ്മി മരിച്ചു പോയെന്ന് ഞാൻ കരുതി. പക്ഷെ ഇപ്പോ ആരാണപ്പ എന്റെ മമ്മി? പറവപ്പ, ആരാ എന്റെ മമ്മി? പറവപ്പ, ആരാ എന്റെ മമ്മി? മോനെ, ഇതാണ് നിന്റെ മമ്മി. എന്റെ മമ്മിയോ? ഇത്ര
എന്നോട് ഇങ്ങനെ പറ പപ്പ, എന്ത് തെറ്റാ ചെയ്തത്? മോളെ, ഇവിടെ ആരും തെറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടാ ഇയാൾ എല്ലാവരിൽ നിന്നും, നിന്നിൽ നിന്ന് പോലും ആ സത്യം മറച്ചു വെച്ചത്. അറിയാമോ? അങ്ങനെയെങ്കിലും എന്നോട് പറയാമായിരുന്നില്ലേ? മോളെ, കുഞ്ഞിലെ നിന്റെ പപ്പ മരിച്ചതിന് ശേഷം വളരെ കഷ്ടപ്പെട്ട നിന്റെ മമ്മി നിന്നെ വളർത്തിയത്. പക്ഷേ മനഃപൂർവ്വമല്ലാത്തൊരു കൈപ്പിഴവ് നിന്റെ മമ്മിയെ കൊലപാതകയാക്കി ജയിലിലടച്ചു. അന്ന് നിന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവരുമ്പോ സ്വന്തം പപ്പയല്ലാന്ന് പറഞ്ഞ് വളർത്തിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു മോളെ മോളുടെ മാനസികാവസ്ഥ? ചിന്തിച്ചു നോക്ക് മോളെ, ചിന്തിച്ചു നോക്ക്. ഇന്ന് നിനക്കുള്ള വ്യക്തിത്വം ഉണ്ടാകുമായിരുന്നു. പറ മോളെ, പറ. റാണി, ഡാഡി പറഞ്ഞത് വളരെ ശരിയാണ്. ഈ റാണിയെയാണ് ഞാൻ ഇഷ്ടപ്പെട്ടത്. അന്നും ഇന്നും. മോളെ, എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നപ്പോൾ തന്നെ നീ എന്റെ മകളാണെന്നുള്ള സത്യം എന്നോട് പറഞ്ഞിരുന്നു. തൽക്കാലം ആരെയും അറിയിക്കരുതെന്നും പറഞ്ഞു. അതിന്റെ കാരണവും പറഞ്ഞിരുന്നു. മോളെ, ശരിയമ്മേ, നിങ്ങളുടെ രണ്ടുപേരുടെയും കണ്ണിൽ ഞാനൊരു ക്രൂരനായിരിക്കാം. പക്ഷേ അന്ന് ഇയാൾ പറഞ്ഞ നിർദ്ദേശം അക്ഷരം പ്രതി ഞാൻ അനുസരിച്ചു, പാലിച്ചു. എല്ലാം ഈ ഒരു മുഹൂർത്തത്തിനായിരുന്നു എന്നുള്ള ഉത്തമ വിശ്വാസവും എനിക്കുണ്ടായിരുന്നു. പപ്പ, എനിക്ക് മാപ്പ് തരൂ പപ്പ, മാപ്പ് തരൂ. മോളെ, മക്കളെ, ഇനി മുതൽ ഈ സ്നേഹതീരത്തിന്റെ ചുമതല നിങ്ങൾക്ക് രണ്ടുപേർക്കുമായിരിക്കും. അല്ലേടോ ദിവസം? അതെ, ഞങ്ങൾ വയസ്സന്മാരായി. ഇനി വിശ്രമിക്കണം. മോനെ, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. റിക്വസ്റ്റ് നിങ്ങൾ ഓർഡർ ചെയ്താൽ മാത്രം മതി. ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാവും. പുതിയതായി പണിയുന്ന ബ്ലോക്കിന് ശ്രീലക്ഷ്മി എന്ന് പേരിടണം. കുറച്ചുനാൾ കഴിഞ്ഞാൽ ഞാനും ഈ സ്നേഹതീരത്തെ അന്തേവാസി മാത്രമായിരിക്കും. അതെന്താണോ എന്നെ ഒഴിവാക്കിയത്? ഞാനും ഈ സ്നേഹതീരത്തിലെ അന്തേവാസിയായിരിക്കും തന്നോടൊപ്പം. ഇനി ഈ സ്നേഹതീരത്തിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നവരോട് ഒരു വാക്ക്: വാർദ്ധക്യം ഒരു രോഗമല്ല, ഒരവസ്ഥയാണ്. ജീവിത അവസാനം വരെ മക്കളോടൊപ്പം കഴിയാം എന്ന് ചിന്തിക്കരുത്. അവർ നമ്മളെ സംരക്ഷിക്കും എന്ന് മോഹിക്കുകയും ചെയ്യരുത്. അവർക്ക് അവരുടേതായ ലക്ഷ്യങ്ങളും തീരുമാനങ്ങളും ഉണ്ട്. അവരെ വഴിക്ക് വിടുക. ചിലർ നമ്മളെ സംരക്ഷിച്ചു എന്ന് വരാം, മറ്റു ചിലർക്ക് അതിന് കഴിയാതെയും വരാം. അതെ, ഈ കാലഘട്ടത്തിന്റെ സാഹചര്യം അനുസരിച്ച് ആരോടും വെറുപ്പോ വിദ്വേഷമോ ഇല്ലാതെ സന്തോഷമായിട്ട് ജീവിക്കുക. ഇനിയുള്ള ജീവിതം നമുക്കുള്ളതാണ്. ഓരോ നിമിഷവും ആസ്വദിച്ച് ജീവിക്കുക. അല്ലേ ഡാഡി? ഇതാ ഇവിടെ ഈ സ്നേഹതീരം നിങ്ങളെ സ്വാഗതം ആശംസിക്കുന്നു. മക്കളെ, ഈ സ്നേഹതീരം നിങ്ങളുടെ കൈകളിൽ ഭദ്രമായിരിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പുണ്ട്. അല്ലേടോ? അതെ, ഈ സ്നേഹതീരം ഇവരുടെ കയ്യിൽ ഭദ്രമായിരിക്കും. അതെങ്ങനെ സാറേ? കൈ പിടിച്ച് കൊടുത്താലേ ഭദ്രമാകും. അത് ശരിയാണല്ലോ ഗോപാലൻ പറഞ്ഞത്. അപ്പൊ വിശ്വം, നമുക്ക് ആ ചടങ്ങ് നടത്തിയാലോ? ഗോപാല, നീ വരൂ. ഞാനല്ല, ഈ ചടങ്ങിന് എല്ലാം നീ നേതൃത്വം നോക്കി എല്ലാവരെയും വിളിച്ചു വരുത്തണം. എന്റെ കാലശേഷവും
നീ തന്നെയായിരിക്കും ഈ സ്നേഹതീരത്തിലെ രാജസ്ഥാൻ. സാറിന്റെ അനുഗ്രഹം ഉണ്ടാവും. സാർ അങ്ങനെയാണെങ്കിലേ എല്ലാരെയും അറിയിക്കട്ടോ റാണിക്കുഞ്ഞിന്റെ നിശ്ചയം. എല്ലാരും അറിയിക്കും ഗോവാരാ. ആ എടാ ഭീമ അയ്യോ നാട്ടിൽ കൃഷ്ണൻകുട്ടി ചേട്ടാ, കമലമ്മ ചേട്ടത്തി, സുരേഷ്, സുരേഷ് അഭിയമ്മ, പുനർവാടികാരെ, റാണിക്കുഞ്ഞിന്റെ നിശ്ചയം. അപ്പോ ചടങ്ങ് തുടങ്ങും. ഓടിവാ. ഏലിയാമ്മേ, റാണിയെ ദേവേഷിനെ കൈപിടിച്ചേൽപ്പിക്കും.